കൺസീലർ വെച്ച് മാത്രം ഞാൻ ചെയ്തൊരു ബേസ് മേക്കപ്പ് റുട്ടീനാണിത്. സോ ലെറ്റ് മീ ഷെയർ ഹൗ ഐ ഡിഡ് ദാറ്റ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഇതിന് മുന്നേ ഞാൻ എൻ്റെ എല്ലാ ഫൗണ്ടേഷൻസും സ്വാച്ച് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. ആ വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ടു സജസ്റ്റ് എ ഗുഡ് കൺസീലർ ആൻഡ് ടു ഷോ ഹൗ ടു യൂസ് കൺസീലേഴ്സ്. സോ ദിസ് വീഡിയോ ഇസ് ദി ആൻസർ ഫോർ ദാറ്റ്. ഇന്ന് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തത് കൺസീലേഴ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ്. ദാറ്റ് ഈസ് ബേസിക്കലി കൺസീലേഴ്സാണ് ദി സോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു തരത്തിൽ ഫൗണ്ടേഷനോ BB ക്രീമോ ഒന്നും ഞാൻ ഇന്നത്തെ മേക്കപ്പിൽ യൂസ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഫൗണ്ടേഷനിലോ BB ക്രീമിലോ സ്കിൻ ടിൻറ്റിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ഗെറ്റ് എ കൺസീലർ, ബിക്കോസ് കൺസീലേഴ്സ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ആൻഡ് ദേ പ്രൊവൈഡ് എ റിയലി നൈസ് കവറേജ്. ആക്നെ മാർക്സ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അണ്ടർ ഐ സർക്കിൾസ്, ഈ വക എല്ലാ പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് കൺസീലേഴ്സ്. ആൻഡ് ഐ എം ഷുവർ എന്നെ പോലൊരു ഡസ്കി ടാൻ ഡീപ്പ് സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് ഡെഫിനറ്റ്ലി ഉണ്ടാവും അല്ലേ. സോ പ്ലീസ് ഡു ഗെറ്റ് എ ഗുഡ് കൺസീലർ. ഇന്നത്തെ ഈ വീഡിയോ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ട്യൂട്ടോറിയൽ പോലെ നിങ്ങൾ കാണണം. കൺസീലേഴ്സ് മാത്രം യൂസ് ചെയ്ത് എങ്ങനെ ഒരു ബേസ് മേക്കപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷസ് ഏതൊക്കെയാണ്, അതെങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആക്കാം, ക്രീസ് പ്രൂഫ് ആക്കാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ബെയർ ഫേസ് മോഡ് ഓൺ ആയിരിക്കുകയാണ്. ഇഫ് യു ആർ നോട്ട് അവെയർ, എനിക്കൊരു ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് ഉള്ളത്. പക്ഷെ ഇപ്പം ബാംഗ്ലൂരിൽ കുറച്ച് തണുപ്പാണ്, അതുകൊണ്ട് എൻ്റെ സ്കിൻ കുറച്ചുകൂടി ഒരു നോർമൽ സ്കിൻ ടൈപ്പായിട്ടാണ് ഇപ്പം ബിഹേവ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, സ്കിൻ പ്രപ്പ്. ഓക്കെ, സ്കിൻ പ്രപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്കിന്നിനെ നമ്മൾ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് പ്രപ്പ് ചെയ്ത് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചാൽ മാത്രമേ സ്കിന്നിൽ നല്ല ഫ്ലോലെസ് ആയിട്ട് മേക്കപ്പ് ഇരിക്കുള്ളൂ. ഇന്ന് ഞാൻ ഓൾറെഡി എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഫേസ് വാഷ് ചെയ്തു, ആൽഫ ബ്യൂട്ടിൻ സീറം അപ്ലൈ ചെയ്തു ആൻഡ് ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ബിക്കോസ് ഇപ്പം ബാംഗ്ലൂരിൽ കുറച്ചുകൂടെ തണുപ്പാണ്. സോ ഐ നീഡ് എ മോയ്സ്ചറൈസർ. പുറത്ത് പോകാത്തതുകൊണ്ട് ഐ എം സ്കിപ്പിംഗ് ഓൺ ദി സൺസ്ക്രീൻ. ഇഫ് നോട്ട്, പ്ലീസ് ഡു വെയർ യുവർ സൺസ്ക്രീൻ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പ്രൈമേഴ്സ്. പ്രൈമേഴ്സ് മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് ഹാവ് ടു സേ നോ. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈമേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദിസ് വൺ. ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്താൽ മതിയാവും, ഫുൾ ഫേസ് ആൻഡ് അണ്ടർ ഐസ് ടു. ഓർ നിങ്ങളുടെ സ്കിൻ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ദെൻ യു ക്യാൻ യൂസ് സംതിങ് ലൈക്ക് ദിസ് സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ. ആൻഡ് ഇഫ് യുവർ സ്കിൻ ഹാസ് പോസ്, റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പോർ മിനിമൈസിങ് പ്രൈമേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക. എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പെർട്ടിക്കുലർ പ്രൈമർ വെച്ച് മാത്രം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഐ ജനറലി യൂസ് ദി കോമ്പിനേഷൻ ഓഫ് ദീസ് പ്രൈമേഴ്സ്. ഇൻസൈഡിൻ്റെ കൺസീലർ എടുത്തിട്ട് ഞാൻ അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്യാണ്. ഇത് ഈ ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനൊക്കെ ഒന്ന് ബ്ലർ ഔട്ട് ചെയ്ത് സ്മൂതൻ ചെയ്യും കേട്ടോ. സോ ദാറ്റ് ഈസ് ദി റീസൺ വൈ ഐ എം യൂസിങ് ദിസ്. ആൻഡ് അറൗണ്ട് ദി നോസ് ഏരിയയിൽ ഞാൻ ഈ നൈക്കയുടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മുടെ ഓയിൽ സെക്രീഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൈമർ, സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ, ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് തന്നെ ഞാൻ ലൈറ്റ്ലി ഇങ്ങോട്ടേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് എൻ്റെ സ്കിൻ ഓൾറെഡി നല്ലപോലെ മോയ്സ്ചറൈസ്ഡ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആണ്. സോ അതുകൊണ്ട് എനിക്കിപ്പം ഒരു ഹൈഡ്രേറ്റിംഗ് പ്രൈമർ ഇടേണ്ട ഒരു ഫീല് തോന്നുന്നില്ല. സോ ഐ എം സ്കിപ്പിംഗ് ഓൺ ഇറ്റ്. ബട്ട് ഇഫ് യു ഹാവ് എ ഡ്രൈ സ്കിൻ ഡെഫിനറ്റ്ലി യൂസ് എ ഹൈഡ്രേറ്റിംഗ് പ്രൈമർ. ആസ് യു ക്യാൻ സീ കറൻ്റ്ലി എൻ്റെ മുഖത്ത് ഡിസ്കളറേഷൻസ് ഉണ്ട്, അണ്ടർ ഐ സർക്കിൾസ് ഉണ്ട്, അറൗണ്ട് ദി മൗത്ത് ഏരിയയിൽ പിഗ്മെൻറ്റേഷൻസ് ഉണ്ട് ആൻഡ് ആക്നെ മാർക്സും ഉണ്ട് കേട്ടോ. സോ ഐ നീഡ് എ കളർ കറക്റ്റർ. ഈ കളർ കറക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യാം. യു ക്യാൻ ഐദർ യൂസ് എ color corrector like this, that is ഒരു ഓറഞ്ച് ബേസ്ഡ് ഓർ പീച്ച് ഷെയ്ഡ് ഒക്കെ അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓർ വാട്ട് യു ക്യാൻ ഡു ഇസ് ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് കൺസീലർ വെച്ച് നമുക്ക് ആ ഡാർക്ക്നെസ് ഒന്ന് മാസ്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ലൈറ്റർ ഷെയ്ഡ് ഓഫ് കൺസീലറും അപ്ലൈ ചെയ്യാം. നമുക്ക് കളർ കറക്റ്റേഴ്സ് വളരെ കുറച്ച് മാത്രം മതി. ബാക്ക് ഓഫ് മൈ ഹാൻഡ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നിന്നാണ് ഞാൻ പിക്ക് ചെയ്ത് കുറച്ചായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കുറച്ച് പിക്ക് ചെയ്ത് എൻ്റെ ഈ ഒരു ഏരിയയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അണ്ടർ ഐസ് ആണ് മെയിൻലി കവർ ചെയ്യേണ്ടത്. ലൈറ്റായിട്ട് ഞാൻ ഈ ഡാർക്ക് ആക്നെ മാർക്സിനും ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ഡാർക്കായിട്ടുള്ളതിന് മാത്രമേ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് അറൗണ്ട് ദി മൗത്ത് ഏരിയ ഈ ഒരു ഭാഗത്തും ഡാർക്ക്നെസ് ഉണ്ട്. സോ അവിടെയും ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം എനിക്ക് ഇത്രയും ധാരാളം മതിയായിട്ടോ. സോ ഞാൻ എക്സസ് ഒന്ന് റബ് ഓഫ് ചെയ്ത് കളയാണ് ആൻഡ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാണ്. സോ നമ്മൾ എന്തിനാണ് കളർ കറക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ
നമ്മൾ കളർ കറക്റ്റ് ചെയ്യാതെ ഇപ്പോൾ ഒരു കൺസീലറോ ഫൗണ്ടേഷനോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോണ ലുക്ക് ഗ്രേ. ഓക്കെ, ഗ്രേ ആയിട്ട് നമ്മളൊരു പുട്ടിയടിച്ച ഫീൽ ഉണ്ടാവും ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ വെരി ഫ്ലാറ്ററിങ് ലുക്ക്. ഓക്കെ, സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യുക. ഇഫ് യു ഹാവ് ഡാർക്ക് അണ്ടർ ഐ സർക്കിൾസ് ഓർ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, വളരെ ലൈറ്റായിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഒരു തിക്ക് ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് പിന്നീട് അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇതിൻ്റെ മുകളിൽ നമ്മൾ കൺസീലർ ഇടുമ്പോൾ കൺസീലറായിട്ട് ഇത് മിക്സ് ആവും, പിന്നെ ഒരു നല്ല ലുക്ക് ആയിരിക്കില്ല കേട്ടോ, ഭയങ്കര ഓറഞ്ചി ആയിരിക്കും. സോ ഭയങ്കര ലൈറ്റ് ലെയർ മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആ കളർ കറക്റ്റർ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഇറ്റ് ഡസൻറ്റ് ട്രാൻസ്ഫർ. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യാൻ നേരത്ത് കൺസീലറായിട്ട് ഇത് മിക്സ് ആവുകയും ചെയ്യില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം, ദാറ്റ് ഈസ് കൺസീലേഴ്സ്. സോ ഞാൻ ഇന്നിവിടെ 3 ഡിഫറെൻറ്റ് കൺസീലേഴ്സ് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. ദീസ് 3 ആർ മൈ ഫേവറേറ്റ് കൺസീലേഴ്സ്. ഫസ്റ്റ് വൺ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. ഇറ്റ് ഈസ് ദിസ് വൺ. ഇത് മാസിൻ്റെ ക്യാൻസൽ കൺസീലറാണ്. ദിസ് ഹാസ് എ റിയലി ഗുഡ് കവറേജ് ആൻഡ് എ റിയലി ഗുഡ് ടെക്സ്ചർ, ഫോർമുല, ഫിനിഷ്, എവറിത്തിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൺസീലറാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കൺസീലറാണ് ആൻഡ് എൻ്റെ ഷെയ്ഡായിട്ട് നല്ല മാച്ച് ചെയ്ത് പോകുന്ന ഒരു ഷെയ്ഡും കേട്ടോ. സോ ഐ റിയലി ലൈക്ക് ദിസ് വൺ. ഞാൻ ഇതിൻ്റെ മാത്രം ഒരു റിവ്യൂ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. സോ ഐ ലിങ്ക് ദാറ്റ് ഹിയർ, യു ക്യാൻ ചെക്ക് ഇറ്റ്. നെക്സ്റ്റ് വൺ കുറച്ചുകൂടി ഒരു മിഡ് റേഞ്ച് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് മെബിലിൻ്റെ ഫിറ്റ് മീ കൺസീലറാണ് ആൻഡ് എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ് 50 ആണ്. കഫേ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് എൻ്റെ സ്കിൻ ടോൺ ആയിട്ട് പെർഫെക്റ്റ് ഡിറ്റോ സ്പോട്ട് ഓൺ മാച്ച് ആണ്. അതുകൊണ്ട് എനിക്ക് ഈ കൺസീലർ ഭയങ്കര ഇഷ്ടമാണ്. കവറേജിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇതൊരു മീഡിയം ടു ഹൈ കവറേജ് എന്ന് പറയാം, നോട്ട് സൂപ്പർ ഹൈ കവറേജ്. അടുത്തത് ഇനി ആർക്കെങ്കിലും ഹൈ എൻഡ് പ്രൊഡക്ട്സിനോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദിസ് വൺ. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ടു ഫേസിൻ്റെ ബോണ്ട് ദിസ് വേ കൺസീലർ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൽ ആൻഡ് അത്യാവശ്യം നല്ല പ്രൈസും ആണ്. സോ ഡിസ്കൗണ്ട്സിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ യു ക്യാൻ ചെക്ക് ദിസ് വൺ ഔട്ട്. എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ് മോക്ക എന്ന് പറയുന്ന ഷെയ്ഡാണ്. എൻ്റെ സ്കിൻ ടോൺ കുറച്ച് ലൈറ്റാണ്, പക്ഷേ അണ്ടർ ഐസിലൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യും ആൻഡ് ഇറ്റ് ഹാസ് എ റിയലി ഗുഡ് കവറേജ്. ജനറലി കുറേ പേര് ഹൈ എൻഡ് അധികം പ്രിഫർ ചെയ്യാത്തതുകൊണ്ട് ഐ എം കീപ്പിംഗ് ദിസ് അസൈഡ്. നിങ്ങൾക്ക് ഇനി ഹൈ എൻഡ് മേക്കപ്പ് പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് വേണമെന്നാണെങ്കിൽ പറയട്ടോ. എൻ്റെ കയ്യിലുള്ള ഹൈ എൻഡ് മേക്കപ്പ് പ്രൊഡക്ട്സ് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. സോ ടുഡേ ഐ ആം പ്ലാനിങ് ടു യൂസ് ദീസ് 2. യൂസ് ചെയ്യുന്ന കൺസീലർ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷസ് ഓർ ആപ്ലിക്കേറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ജനറലി ബ്രഷ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളൊരു ബ്യൂട്ടി ബ്ലെൻഡർ പ്രിഫർ ചെയ്യുന്ന ആളാണെങ്കിൽ പ്ലീസ് ഡു കണ്ടിന്യൂ. എനിക്ക് ജനറലി ബ്രഷസ് ആണ് ഇഷ്ടം ആൻഡ് ഐ ഫീൽ ബ്രഷസ് കുറച്ചുകൂടെ കവറേജ് പ്രൊവൈഡും ചെയ്യും കേട്ടോ. ദീസ് 3 ആർ മൈ ഫേവറേറ്റ് ബ്രഷസ്. 3ഉം കുറച്ച് ഡിഫറെൻറ്റ് ലുക്കുള്ള ബ്രഷസ് ആണ്, പക്ഷെ 3ഉം നല്ല കൺസീലർ ആപ്ലിക്കേഷന് വർക്ക് ചെയ്യുന്ന ബ്രഷ് കേട്ടോ. ഞാൻ എൻ്റെ ഫേവറേറ്റ് ബ്രഷസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പ്ലീസ് ഡു ചെക്ക് ദാറ്റ് വൺ ഔട്ട്. അതിൽ ഞാൻ ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് ബ്രഷസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ മാസിൻ്റെ ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. ഇതെൻ്റെ ഒരു എക്സാക്ട് ഷെയ്ഡ് മാച്ച് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ കൺസീലർ വെച്ചിട്ട് എൻ്റെ സ്പോട്ട്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് കൺസീലർ മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് നല്ലപോലെ കൺസീലർ അപ്ലൈ ചെയ്യാണ്. നമ്മുടെ ഈ ചെറിയ സ്പോട്ട്സും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലപോലെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫൗണ്ടേഷൻ ഇടുകയാണെങ്കിൽ ഇത്രയൊന്നും കൺസീലർ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ഈ ബ്രഷ് കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ബ്രഷ് വെച്ച് സ്പ്രെഡ് ചെയ്യാം. നമ്മളിത് ബ്ലെൻഡിങ് ചെയ്യുന്നതിന് മുന്നേ വി നീഡ് ടു ലെറ്റ് ഇറ്റ് സെറ്റ്. അതാണ് കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആൻഡ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് കേട്ടോ. പക്ഷേ യു ഹാവ് ടു ബി കെയർഫുൾ ഹിയർ. ചില കൺസീലേഴ്സ് പെട്ടെന്ന് സെറ്റ് ആവും കേട്ടോ. സോ അങ്ങനെയുള്ള കൺസീലേഴ്സ് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ബ്ലെൻഡിങ് ചെയ്യേണ്ടി വരും. പക്ഷെ അല്ലാത്ത ഒരുവിധം എല്ലാ കൺസീലേഴ്സും നമുക്കൊരു 1-2 മിനിറ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വിടുന്നതിൽ തെറ്റില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ലിപ്സ്റ്റിക്കോ ഐബ്രോസോ ഐ മേക്കപ്പോ എന്തെങ്കിലും ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മൾ അണ്ടർ ഐസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാസിൻ്റെ ഈ ഒരു കൺസീലറാണ്. അണ്ടർ ഐസിൽ എനിക്ക് അത്യാവശ്യം കുറച്ച് ഫൈൻ ലൈൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. കുറേ പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്താൽ ആ ഒരു ഫൈൻ ലൈൻസിലൊക്കെ അത് സെറ്റിൽ ഡൗൺ ആയി ഇങ്ങനെ ഭയങ്കര ക്രാക്കി ആൻഡ് റിങ്കിൾസ് ഒക്കെ ഇങ്ങനെ എടുത്ത് കാണും. ഇത്രയും പ്രൊഡക്റ്റ് ഇട്ടിട്ട് ഞാൻ ഇവിടെയും ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും ബിഫോർ ഐ ബ്ലെൻഡ് ഇൻ. എൻ്റെ സ്കിന്നായിട്ട് കുറച്ചുകൂടെ നല്ലപോലെ ബ്ലെൻഡ് ആവുന്ന ഷെയ്ഡാണിത്. അതുകൊണ്ട് എനിക്കിത് ആക്നെ മാർക്സ് ഒക്കെ കവർ ചെയ്യാൻ യൂസ് ചെയ്യാം. അണ്ടർ ഐസിൽ എപ്പോഴും കുറച്ചുകൂടി ഒരു ബ്രൈറ്റനിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നല്ലത്. അതുകൊണ്ട് എനിക്ക് അണ്ടർ ഐസിൽ ഇടാൻ ഇതാണ് കുറച്ചുകൂടി ഇഷ്ടം. ആൻഡ് ഇതിന് കുറച്ചുകൂടി നല്ല കവറേജും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്ലെൻഡിങ് ചെയ്യാം. ബ്രഷ് എടുക്കുക, ലൈറ്റായിട്ട് മാത്രം ജെൻറ്റ്ലി ഇങ്ങനെ ടാപ്പിൻ ചെയ്ത് വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
വളരെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് വേണം ചെയ്യാൻ. ഇനി അഥവാ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്, എക്സസ് ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ബ്രഷിൽ തന്നെ വരുന്ന എക്സസ് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി കയ്യിൽ. അപ്പം എക്സസ് പ്രൊഡക്ട്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് പ്രസ് ചെയ്ത് മാത്രം ബ്ലെൻഡ് ചെയ്യുക. നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ അടിയിലുള്ള ഓറഞ്ച് കറക്റ്ററൊക്കെ മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതുമാത്രമല്ല, ഇറ്റ് ഡസൻറ്റ് ഗിവ് എ നൈസ് ലുക്ക്. സോ എപ്പോഴും ലൈറ്റായിട്ട് ടാപ്പിൻ ചെയ്ത് തന്നെ ബ്ലെൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. കുറച്ചുകൂടെ പ്രോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ബിഗിനർ ആണെങ്കിൽ ജെൻറ്റ്ലി ഇങ്ങനെ ടാപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. സമയമെടുക്കുക, ബ്ലെൻഡ് ചെയ്യുക നല്ലപോലെ. അതാണ് മേക്കപ്പ് ലുക്ക് നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യാനും നല്ലൊരു ഫിനിഷ് കിട്ടാനും വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഐഡിയ. ഇനി നമുക്ക് ആക്നെ മാർക്സും ഒക്കെ ഒന്ന് ബ്ലെൻഡിങ് ചെയ്ത് കൊടുക്കാം. എഗെയിൻ ജെൻറ്റ്ലി ഇങ്ങനെ ടാപ്പ് ചെയ്ത് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബി ജെൻറ്റിൽ ആൻഡ് ടേക്ക് യുവർ ടൈം. ഇതപ്പോൾ അത്യാവശ്യം നല്ലപോലെ നമ്മൾ ഫേസിൽ കൺസീലർ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് വി ഡു നെക്സ്റ്റ് ഇസ് ദാറ്റ് കൺസീലറും നമ്മുടെ സ്കിന്നും തമ്മിൽ ചെറിയൊരു ഡിസ്കളറേഷൻ ഓർ കുറച്ച് ഡിഫറൻസിയേഷൻ തോന്നുന്നുണ്ടെന്നാണെങ്കിൽ വാട്ട് എവർ ഇസ് ലെഫ്റ്റ് ഇൻ ദിസ് ബ്രഷ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു ഏരിയാസിൽ ഒന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ ചില ഏരിയയിൽ മാത്രമാണ് കൺസീലർ ഇട്ടേക്കുന്നത് എന്നുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിന്ന ഏരിയയിലൊന്നും നമ്മളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. സോ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മുടെ കയ്യിൽ എന്താണോ ബ്രഷിൽ ബാക്കിയുള്ളത് അത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫേസ് ഒന്ന് ഈവൻ ആയിട്ടിരിക്കും. അതിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എൻ്റെ ഐലിഡ്സിലൊന്നും കൺസീലർ അപ്ലൈ ചെയ്തിട്ടില്ല. വൈ എന്ന് ചോദിച്ചാൽ ജനറലി എനിക്ക് ഐലിഡ്സിൽ കൺസീലർ അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ. നോർമൽ ഡേയ്സ് ഓർ പെട്ടെന്നൊരു പരിപാടിക്ക് പോകണം, ഒരു ചെറിയ പരിപാടിയൊക്കെ ആണെങ്കിൽ ഐ ജനറലി സ്കിപ്പ് ഓൺ ഇറ്റ്. ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ നേരത്ത് ആ ബ്ലഷ് തന്നെ ഈ ഐലൈറ്റ്സിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഐ എം ഡൺ ഡസ്റ്റഡ്. ഓർ ഏതെങ്കിലും ഒരു ന്യൂഡ് കളർ ഐ ഷാഡോ ഇട്ടിട്ട് ഐ ഗോ. എന്തെങ്കിലും പാർട്ടി ഓർ ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ലൈറ്റ് ലെയർ ഓഫ് കൺസീലർ അപ്ലൈ ചെയ്യാറുള്ളൂ. പെട്ടെന്ന് ക്രീസായിട്ട് ഈ കൺസീലർ സെറ്റിൽ ഡൗൺ ആവുന്ന ഒരു ഏരിയയാണ് ഐലിഡ്സ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജനറലി കൺസീലേഴ്സ് ഐലിഡ്സിൽ ഇടാറില്ല. ആൻഡ് ദർ ഇസ് അനദർ വൺ റീസൺ ടു. നമ്മൾ ഐലിഡ്സിൽ കൺസീലർ ഇട്ടതിന് ശേഷം ഐ ഷാഡോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ ഷാഡോ കുറച്ചുകൂടെ ബ്രൈറ്ററായിട്ട് പോപ്പപ്പ് ചെയ്യും കേട്ടോ. ഇഫ് യു വോണ്ട് യുവർ ഐ ഷാഡോ ടു നല്ലപോലെ പോപ്പപ്പ് ചെയ്ത് ഐ ഷാഡോ ഇട്ട പോലെ എടുത്ത് കാണണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷം ഐ ഷാഡോ ഇടാം. പക്ഷെ എനിക്ക് ജനറലി ഐ ഷാഡോ ഇടണം, പക്ഷെ എന്നാൽ അത് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കരുത്, ഭയങ്കര എടുത്ത് നിൽക്കരുത് എന്ന് ഒരു ആഗ്രഹമുള്ള ഒരാളാട്ടോ ഞാൻ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ കൺസീലേഴ്സ് ഐലിഡ്സിൽ അവോയ്ഡ് ചെയ്യുന്നത്. പിന്നെ നാച്ചുറലി നമ്മൾ ഡസ്കി ടാൻ സ്കിൻ ടോൺ ഉള്ളവർക്ക് കുറച്ചൊരു ഡാർക്കർ കോൺടോർഡ് പോലത്തെ ഒരു ഐലിഡ്സ് ആണ് ഉണ്ടാവുക, വിച്ച് ഇസ് ആക്ച്വലി നൈസ് ഐ ഫീൽ. സോ ഐ ലെറ്റ് മൈ ഐലിഡ്സ് ഫ്രീ. അടുത്ത പരിപാടി ഈ കൺസീലർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി അണ്ടർ ഐസിലും സ്വെറ്റ് ചെയ്യുന്ന ഭാഗത്തൊക്കെ കൺസീലർ നമ്മൾ ഉറപ്പായിട്ടും സെറ്റ് ചെയ്യണം കേട്ടോ. ഇതിന് നമുക്ക് ഐദർ ഇതുപോലത്തെ ഒരു ലൂസ് പൗഡറും യൂസ് ചെയ്യാം ഓർ ഇതുപോലത്തെ ഒരു കോമ്പാക്ട് പൗഡറും യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് അപ് ടു യു. ഐ പ്രിഫർ ടു യൂസ് എ കോമ്പാക്ട് ബിക്കോസ് അത് കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് ഓഫ് കവറേജ് കൂടെ ആഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ഇടാനാണ് പ്രിഫർ ചെയ്യുന്നത്. ഇന്ന് യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ഈ ഒരു കോമ്പാക്റ്റാണ്. ഞാൻ എൻ്റെ ഒരുവിധം എല്ലാ മേക്കപ്പ് വീഡിയോയിലും ഫീച്ചർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ്. ഒബ്വിയസ്ലി ആസ് ഐ ഓൾവേസ് സേ കൺസീലർ സ്പ്രെഡ് ചെയ്ത് ഉടനെ തന്നെ പോയിട്ട് നമ്മൾ പൗഡർ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു പൗഡർ പഫ് എടുത്തിട്ട് ഈ ക്രീസ് ആവുന്ന ഏരിയയിൽ എന്തെങ്കിലും ക്രീസസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കും ഫസ്റ്റ്. ഇതിൽ പ്രൊഡക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ ഒരു ക്ലീൻ ഭാഗമാണ് യൂസ് ചെയ്യുന്നത്. അണ്ടർ ഐസിലാണ് മെയിൻലി ക്രീസ് ആവാറ്. സോ അവിടെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പറ്റുകയാണെങ്കിൽ ഒന്ന് മുകളിലോട്ട് നോക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. സോ ആ ക്രീസസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് നമുക്ക് നല്ലപോലെ അത് സ്മൂത്ത് ഔട്ട് ചെയ്യാൻ പറ്റും. സെയിം തിങ് എഗെയിൻ നമ്മുടെ സ്മൈൽ ലൈൻസിലോ അല്ലെങ്കിൽ നല്ലപോലെ വേർക്കുന്ന ഭാഗത്തൊക്കെ എന്തെങ്കിലും സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ഔട്ട് ചെയ്ത് കൊടുക്കുക ബിഫോർ അപ്ലൈയിങ് പൗഡർ ഓർ സെറ്റിങ് ഇറ്റ്. നല്ലപോലെ ഒന്ന് സ്മൂത്ത് ഔട്ട് ചെയ്തതിന് ശേഷം വിൽ ടേക്ക് ദി കോമ്പാക്ട്. നല്ലപോലെ ജനറസ്ലി കോമ്പാക്ട് എടുത്തിട്ട് ബാക്ക് ഓഫ് ദി ഹാൻഡ്സിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും പൗഡർ നല്ലപോലെ സ്പ്രെഡായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഒന്ന് ജെൻറ്റ്ലി ടാപ്പിൻ ചെയ്യാം.
എഗെയിൻ മുകളിലോട്ടൊന്ന് നോക്കിയിട്ട് ടാപ്പിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട്സ് കിട്ടും കേട്ടോ. ഞാൻ ജനറലി ഇതിലെന്താണോ ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ പ്രസ് ഔട്ട് ചെയ്ത് എല്ലായിടത്തും ഒന്ന് പൗഡർ എത്തിക്കാറാണ് പതിവ്. ബിക്കോസ് എനിക്ക് പിന്നെയും പൗഡർ എടുത്ത് ഒരുപാട് മാറ്റിഫൈ ആക്കുന്നതിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മുടെ ബേസ് പരിപാടി കഴിഞ്ഞു. സോ ദിസ് ഇസ് ഇറ്റ്. ഇത്രേ നമ്മൾ ബേസിന് വേണ്ടി ചെയ്യുന്നുള്ളൂ. ഇത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആക്കണം എന്നാണെങ്കിൽ യൂസ് എ സെറ്റിംഗ് സ്പ്രേ ഓർ എ ഫിക്സിംഗ് മിസ്റ്റ്. ആഫ്റ്റർ ദിസ് യു ക്യാൻ ഡു റെസ്റ്റ് ഓഫ് യുവർ ഫേസ് മേക്കപ്പ്. ഇനി ഞാൻ എൻ്റെ ബാക്കി മേക്കപ്പ് കൂടെ ചെയ്തു തരാം. സോ ബേസിക് മേക്കപ്പ് കൂടെ അപ്ലൈ ചെയ്ത് എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ എന്തൊക്കെ അപ്ലൈ ചെയ്തതെന്ന് ജസ്റ്റ് ക്വിക്ക്ലി ഒന്ന് റൺ ചെയ്ത് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബേസ് മേക്കപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി എൻ്റെ ഐബ്രോസ് ഫിൽ ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐലൈനർ കൊണ്ട് ഒരു പൊട്ടും തൊട്ടിട്ടുണ്ടായിരുന്നു. ലിപ്പ് ഓയിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അലോങ് വിത്ത് ലിപ്പ് ലൈനർ. ഇത് സുഡിയോൻ്റെ ന്യൂ ലോഞ്ച് ആയ ജ്യൂസി ലിപ്പ് ഓയിലാണ്. ഞാൻ ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഔട്ട് ദാറ്റ്. അതിൽ ഞാൻ ഒരുപാട് പുതിയ ലോഞ്ചസിൻ്റെ വിശേഷങ്ങളും പുതുതായിട്ട് മേടിച്ച കുറച്ച് പ്രൊഡക്റ്റ് ഹോളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഡു ചെക്ക് ദാറ്റ് വൺ ഔട്ട്. നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. ഐ റിയലി ലൈക്ക് ദിസ് വൺ. ഓഫ് കോഴ്സ് ഞാൻ മസ്കാര അപ്ലൈ ചെയ്തു ആൻഡ് ബ്ലഷും ഇട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ബേസ് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ബേസ് ഓർ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഫ്ലാറ്റ് ആയി പോകും. സോ ഒന്ന് കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലഷാണ് ഞാൻ ഇട്ടത്. ഇത് പ്ലമ്മിൻ്റെ ബ്ലഷാണ്. ലുക്ക് സിമ്പിളായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. യു ക്യാൻ യൂസ് എനി അതർ പ്രോഡക്ട്സ് ലൈക്ക് ബ്രോൺസർ, കോൺടോർ, ഹൈലൈറ്റ്, എനി അതർ തിങ്. നിങ്ങൾക്ക് വെറും കൺസീലർ വെച്ച് ഈ ഒരു ബേസ് മേക്കപ്പ് റൂട്ടീൻ കൊണ്ട് ഒരുപാട് ഡിഫറെൻറ്റ് ലുക്സ് ചെയ്യാം കേട്ടോ. സോ ഐ ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും